ഹായ് ഹോൾ. അപ്പൊ നമ്മുടെ പുതിയൊരു ലോങ് വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു സന്തോഷ വാർത്ത, നിങ്ങൾക്കും എനിക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതാ 10K അടിക്കാൻ പോവാണ്. അതായത് 17,000 സബ്സ്ക്രൈബർ ആവാൻ പോണേണ്. അതെനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എന്താ വെച്ചാൽ നമുക്കൊരു 1 മന്ത് കൊണ്ട് ഇത് നേടാൻ പറ്റുകയാണെങ്കിൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ലവും എനിക്ക് വേണം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം 10K അടിക്കുമ്പോ. സോ ഗൈസ്, അപ്പൊ നമ്മ കേക്ക് മുറിക്കാൻ വേണ്ടി ഒരു പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്നൊക്കെ ലൊക്കേഷൻ വന്നിട്ട് പാർക്കാണ്, ഫോർട്ട് കൊച്ചിയുടെ അടുത്തായിട്ട് വന്ന ഒരു പാർക്കാണ്. ഇത് പുതിയതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ വരാൻ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഒരു വട്ടം മാത്രമേ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇനി ഞാൻ വരുമ്പോ ഇവിടെ കയറുന്നതാണ്. അപ്പൊ എല്ലാരും ഇവിടെ വരാൻ നോക്കാം കേട്ടോ. കേക്കൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കുന്നതാണ്. 10K സെലിബ്രേഷൻ നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് നന്ദി ആദ്യം തന്നെ പറയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് 10K ആഘോഷം സന്തോഷം ചെയ്തത് നമ്മുടെ കൂട്ടുകാരൊപ്പം ആയിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ സെക്കൻഡ് വീഡിയോ ആണ്. നമ്മുടെ ഫാമിലിയുടെ ഒപ്പം എങ്ങനെ 10K ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു ചെറിയൊരു മിനിമൽ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ്. ഇനി 100K അടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതിലെല്ലാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം വേണം. അപ്പൊ എല്ലാരും കീപ് സപ്പോർട്ടിങ് ചെയ്യാം. സോ നമ്മുടെ 10K സെലിബ്രേഷന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരുന്നത്, ചിലപ്പോൾ ജോയിൻ ചെയ്തായിരിക്കും വരുന്നത്. അപ്പൊ ഈ വീഡിയോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ മറക്കല്ലോ കേട്ടോ. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ 10K സെലിബ്രേഷൻ ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് മുറിക്കാൻ പോവാണ്. അപ്പൊ മുറിക്കാം. അപ്പൊ ഇത് തന്നെ ആദ്യം നിങ്ങൾക്കാണ് തരേണ്ടത്. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ഇനി ഞാൻ കഴിക്കാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹവും കൊച്ചിന് ഉണ്ടാവണം. അപ്പൊ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെ. കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ ഒരു 10K ആയി. അതിലും ഉയരങ്ങളിലൊക്കെ എന്റെ മോളൊക്കെ എത്തിയെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അർജുൻ അല്ലെ? അതെ അതെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അല്ലെ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയേക്കണം. അപ്പൊ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം. ഹാപ്പി അല്ലേ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ പാറു കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യണത്. എല്ലാം പാറു തന്നെ ചെയ്യണം. ഞാൻ പുറകെ സപ്പോർട്ടിന് മാത്രമുള്ളൂ. അവക്കടെ ഐഡിയ എല്ലാം എയിമും അവക്കടെ തന്നെയാണ്. അപ്പൊ അവക്കടെ ഫുൾ കഷ്ടപ്പാട് ഇതിലുണ്ട്. അച്ചീവ്മെന്റ് അവക്ക് എന്തായാലും കിട്ടുന്നത് തന്നെ കിട്ടിയേക്കണം. അപ്പൊ ഇനിയും എല്ലാവർക്കും സപ്പോർട്ട് എല്ലാം വേണം പാവക്ക്. എന്റെ മോളെ സപ്പോർട്ട് ചെയ്യണം, അതിന് മാത്രം പറയാനാണ്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ കേക്ക് എല്ലാം ഇവിടെ മുറിച്ച് പോപ്പറൊക്കെ പൊട്ടിച്ച് സെറ്റപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലേട്ട് അല്ലെങ്കിൽ പുറത്തേട്ടായിരിക്കും പോണത്. കറക്റ്റ് ലൊക്കേഷൻ എങ്ങാടാ പോണേന്ന് അറിയില്ല. സോ ഗൈസ്, അപ്പൊ നമ്മൾ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ്. സോ ദേ നമ്മുടെ പ്ലേറ്റ് വന്നിട്ടുണ്ട്, വെള്ളവും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഫുഡ് വന്നിട്ടില്ല ഇതുവരെ. മന്തി ഇഷ്ടമല്ല, അലർജിയാണ്. മന്തി കഴിച്ചവിടെ ഛർദിക്കില്ല. അതുകൊണ്ട് അവർക്ക് ദോശ അല്ല ഛർദിക്കോ? സോനു പറഞ്ഞ ഛർദിക്കോ? അർജുൻ്റെ അഭിപ്രായത്തിൽ ദോശ മാത്രം അല്ല, മന്തി കഴിച്ചാൽ പ്രോബ്ലം വെച്ചാൽ അവർക്ക് ചിക്കൻ്റെ എല്ല് തൊണ്ടേക്ക് അല്ല ദോശ. സോദ്യ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അച്ഛൻ ഇപ്പൊ വരും കേട്ടോ. അപ്പൊ അച്ഛൻ കൂടി വന്നിട്ടായിരിക്കും നമ്മ കഴിക്കണത്. അപ്പൊ ഇവിടെ എല്ലാരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഹായ്.
സോ നമ്മുടെ 10K സെലിബ്രേഷൻ സബ്സ്ക്രൈബർ 10K സെലിബ്രേഷന് വേണ്ടി നമ്മ ഷവായി മന്തിയും പിന്നെ അവര് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്താ തന്ന സോനു സാലഡ്. അപ്പൊ അയാള് ഫ്രീ ആയിട്ട് ഒരു സാലഡ് തന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇനി കഴിച്ചിട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ ആർക്കും സോ അപ്പൊ നമ്മുടെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹലോ അപ്പൊ നമ്മ ഫുഡ് കുഴിമന്തി കഴിക്കാൻ വന്നത് മലബാർ മഞ്ജലീസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇവിടെ അബാദിന്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഹോട്ടലാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട, എല്ലാം സൂപ്പറാണ്. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, നമുക്ക് വേർത്ത് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള പ്രൈസുള്ള ഫുഡാണ്. ഓരോരുത്തരോട് നമുക്ക് ചോദിച്ചു നോക്കാം. അർജിച്ചേട്ടാ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഒരു സൂപ്പർ ഫുഡാണ്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്, അടിപൊളി ഫുഡാണ്. നമുക്കിത് എല്ലാ കാര്യവും പുള്ളിയാണ് ചെയ്തോളൂ. ഞാൻ ആദ്യം വന്നപ്പോ പുള്ളി ഒരു ചട്നി ഇതേ ഒന്ന് കാണിച്ചു കൊടുത്ത്, ഇത് ഒരു ചട്നിയുടെ ഒരു ഗ്രേവി ഉണ്ട്, അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ട്ടോ. കാര്യം വേറെ എവിടെയും ഞാൻ ഇത് കണ്ടിട്ടില്ല. കാര്യം ഈ ചട്നി ഇതിൽ നിന്ന് വന്ന ആ ചിക്കന്റെ ഒരു ഇതാണ് വന്നത്. പക്ഷെ ഇതിന്റെ ഒരു ചട്നി ഭയങ്കര ടേസ്റ്റ് ആണ്. അത് നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കാം. ഇത് ചുള്ളിക്കയിലാണ്. ചുള്ളിക്കയല്ലേ ഇത്? ചുള്ളിക്ക ഏത് ഭാഗത്ത്? ചുള്ളിക്കൽ അബാദ ഹോട്ടലിന്റെ അരിയത്തായിട്ടാണ് നമ്മൾ. അപ്പൊ എല്ലാരും ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നോണ്ടിരിക്കും. ഏടാ അതല്ല, ഇവിടെ നല്ല സർവീസുമാണ് പുള്ളിയുടെ. അപ്പൊ എല്ലാരും വരിക. പിന്നെ ഇവര് പുതിയ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ഉടനെ ഒരു 1.5 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഒപ്പം അറേബ്യനും ചൈനീസ് ആഡ് ചെയ്ത്. അതെ, അപ്പൊ അവിടെയും ലൊക്കേഷൻ നിങ്ങളും അവിടെ വരണം, ഭക്ഷണം കഴിക്കണം. നിങ്ങളെ ടീം എല്ലാവരും എത്തിക്കാനുള്ള മാർഗം ചെയ്യണം. അതെ, ഓക്കെ ഓക്കെ എന്നാ. ഓക്കെ, താങ്ക് യു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മ ഫുഡ് കഴിച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ലോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് കമന്റിലൂടെ അറിയേണ്ടതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ. ഓക്കെ, അപ്പൊ എല്ലാരും ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ? അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.